ഓട്ടോച്ചിൽ വരുന്ന ഭൂരിഭാഗം പേരും മട്ടാഞ്ചേരി കാണാനും വരാറുണ്ട്. എന്നാൽ ഇവിടെ വന്നാൽ എന്താണ് കാണാനുള്ളത്? ഇന്നത്തെ ഈ വീഡിയോ മട്ടാഞ്ചേരിയിലെ കാഴ്ചകളാണ്. കേരളത്തിൽ ജൂതന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരിയിലേക്ക് ബോട്ടിനോ അല്ലെങ്കിൽ ബസ്സിനോ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ യാത്ര ബോട്ടിലാണ്. എറണാകുളം പ്രധാന ബോട്ട് ജെട്ടിയിൽ നിന്ന് 6 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഫോർട്ട് കൊച്ചി ജെട്ടിയിൽ വന്നിറങ്ങാം. യാത്രാമധ്യേ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മട്ടാഞ്ചേരിയിൽ എത്തിച്ചേരാം. യാത്രാമധ്യേ ചരിത്രപ്രസിദ്ധമായ കൂനംകുരിശ് പള്ളി കണ്ടു. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പ്രാന്തൻ കുരിയച്ചിന്റെ പള്ളി. ഇവിടത്തെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഇതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന പോർച്ചുഗീസുകാർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഗോവൻ രീതിയിലുള്ള മതാചാരങ്ങൾ പഠിപ്പിക്കുവാനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിച്ചു. എന്നാൽ ഇവിടത്തെ കത്തനാറുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെല്ലാവരും കൂടി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കുരിശിൽ വടം കെട്ടി വലിച്ചു പിടിച്ച് നാട്ടിലെ ആചാരങ്ങൾക്ക് വിപരീതമായി മറ്റൊന്നിനും തയ്യാറല്ലെന്ന് സത്യം ചെയ്തു. അങ്ങനെ വലിച്ചു പിടിച്ച കുരിശ് വളഞ്ഞു. ഇതോടെ പോർച്ചുഗീസുകാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. വളഞ്ഞ കുരിശിനെ നാട്ടുകാർ പിന്നീട് കൂനംകുരിശ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. പോർച്ചുഗീസ് ഭാഷയിൽ പാന്ത് ക്രൂസ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നീട് ഇത് മലയാളീകരിച്ചപ്പോൾ പ്രാന്തൻ കുരിയച്ചിന്റെ പള്ളി എന്ന് വിളിപ്പേര് വന്നു. ഇവിടെ നിന്ന് നേരെ പോയത് മട്ടാഞ്ചേരി പാലസിലേക്കാണ്. നമ്മൾ ബസ്സിനാണ് വന്നിറങ്ങുന്നതെങ്കിൽ ഇതിന്റെ മുന്നിൽ തന്നെ വന്നിറങ്ങാവുന്നതാണ്. ഈ പാലസിന്റെ മറ്റൊരു പേര് ഡച്ച് പാലസ് എന്നാണ്. പോർച്ചുഗീസുകാരാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം 1537 സമ്മാനിക്കുകയായിരുന്നു. 1663 ഡച്ചുകാർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയും പിന്നീട് ഇത് ഡച്ച് കൊട്ടാരമായി മാറുകയും ചെയ്തു. ഈ കൊട്ടാരത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ 5 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അകത്ത് ഫോട്ടോസും വീഡിയോസൊന്നും അനുവദനീയമല്ല. കൊട്ടാരത്തിന്റെ മുകളിൽ മ്യൂസിയവും താഴെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രവുമാണ്. കൊച്ചി രാജവംശത്തിന്റെ കുലദൈവവും ഉപാസനാമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. കൊട്ടാരത്തിനടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രവും കാണാം. ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് ജൂതത്തെരുവിലേക്കാണ്, അഥവാ ജൂ സ്ട്രീറ്റ്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും പരദേശി സീനഗോഗിനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ തെരുവാണ് ജൂ സ്ട്രീറ്റ്. ഈ തെരുവിന്റെ വശങ്ങളിലെല്ലാം ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ജൂതന്മാർക്ക് 1524 കൊച്ചി രാജാവ് അഭയം നൽകി. അവർക്ക് കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെയായി മട്ടാഞ്ചേരിയിൽ അദ്ദേഹം ഭൂമി പതിച്ചു കൊടുത്തു. ഈ പ്രദേശം പിന്നീട് ജൂതത്തെരുവായി മാറി. ഇതാണ് ചരിത്രം. ഒരുപാട് പുരാവസ്തുക്കൾ വിൽക്കുന്ന കടകളും സ്പൈസസ് കടകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തെരുവിലൂടെയുള്ള ഈ നടത്തം ചെന്ന് അവസാനിച്ചത് പരദേശി സീനഗോഗിലാണ്, അഥവാ ജൂതപ്പള്ളി. പുരാതന യഹൂദരുടെ ഒരു ആരാധനാലയ കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. 1567 മലബാർ യഹൂദരാണ് ഈ സീനഗോഗ് പണികഴിപ്പിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പഴയ സീനഗോഗാണ് ഈ പള്ളി. ഇതിനകത്ത് പ്രവേശിക്കുന്നതിന് 10 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പള്ളിക്കകത്ത് ഒരുപാട് പഴയകാല വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളെല്ലാം ബെൽജിയം, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവയിൽ ചിലതെല്ലാം മെഴുകുതിരി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കേണ്ടവയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന വൈദികനാണ്. റബ്ബി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പള്ളിയുടെ മതിലുകളിൽ പഴയകാല പ്രാർത്ഥനകളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന്റെ അടുത്ത് തന്നെയായി ഒരു പോലീസ് മ്യൂസിയം ഉണ്ട്. 2010 ഈ മ്യൂസിയം സ്ഥാപിച്ചത്. കൊളോണിയൽ കാലം തൊട്ടേയുള്ള പോലീസ് ചരിത്രങ്ങൾ നമുക്കിവിടെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടുകാലത്തെ പോലീസുകാരുടെ യൂണിഫോമുകളും അവരുടെ ആയുധങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും. മട്ടാഞ്ചേരിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.